വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ബുൾസായി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഇത് ആർക്കും ഇപ്പോൾ അറിയാൻ മേലാത്തതെന്ന്. പക്ഷേ അറിയാൻ പറ്റാത്തവരായിട്ട് കുറേ പേരുണ്ട്. അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ചെറിയ കുഞ്ഞു ട്രിക്കുകളാണ്. പക്ഷേ ആ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബുൾസായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. മീഡിയം ചൂടാവണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്, മീഡിയം ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വട്ടമുള്ള പാത്രം ഉപയോഗിക്കാതിരിക്കണം ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഒഴിക്കുന്ന വശം തന്നെ അതങ്ങ് പരന്ന് പോകും. അത്യാവശ്യം ചൂടുള്ള സമയത്താണെങ്കിൽ ഒരുപാട് അങ്ങ് പരന്ന് പോകില്ല നമ്മുടെ മുട്ട ഒഴിക്കുമ്പോൾ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. മുട്ട പൊട്ടിക്കുമ്പോൾ സൂക്ഷിച്ച് പൊട്ടിച്ചങ്ങ് ഒഴിക്കുക. ഞാൻ ഇതിൻ്റെ മുകളിൽ അല്പം ഉപ്പ് വെതറി കൊടുക്കുക. ഇനി തീ കുറച്ച് വെക്കണം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ കുരുമുളക് പൊടിയാണ് ഇടാറുള്ളത്. ഭംഗി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. ഇതുപോലെയാണ് ഞാൻ സാധാരണ രീതിയിൽ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ പല കുട്ടികളും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴേക്കിനും മുട്ട ഉടഞ്ഞു പോകുന്നുണ്ട് ചേച്ചി, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോർമൽ വേ നമ്മളെല്ലാവരും ചെയ്യുന്ന രീതിയാണ് കേട്ടോ. നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അതേസമയം ആ മഞ്ഞ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യണ്ടേ, ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെർവ് ചെയ്യാൻ പോകുന്ന ആ പാത്രത്തിലോട്ട് ഇങ്ങനെ പതുക്കെ സ്ലൈഡ് ചെയ്തങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സാധനം പൊട്ടില്ല. മനസ്സിലായോ? കണ്ട എന്തൊരു ഈസി ആയിട്ടാണ് നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ബുൾസൈ ഉണ്ടാക്കാറുള്ളത്. ഇനി നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഒരുപാട് ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ വിടർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീണ്ടും കുറച്ച് എണ്ണ ഒഴിക്കുക നമ്മുടെ പാനിലോട്ട്. ഒരുപാട് എണ്ണ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ചൂട് മീഡിയം വേണം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഇതോടുകൂടി തന്നെ പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ കുറയ്ക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോഴാ ഫോട്ടോ പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബുൾസൈയും റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ. ഇനി ലാസ്റ്റ് ബുൾസൈ, അത് കുറച്ചും കൂടെ ഈസി വേയിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ ചുമ്മാ കാണിക്കുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് ഇതിൽ ഏത് വേർഷൻ വേണമെങ്കിലും ചെയ്യാം. വീണ്ടും നമ്മുടെ ബൗളെടുക്കുക, അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. എൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവിടെ വെച്ചിട്ട് ഒന്ന് മുകളിലോട്ടങ്ങ് ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുക. സ്ക്യൂസ് ചെയ്യുമ്പോൾ ആ മുട്ടയുടെ ഉണ്ണി മേലോട്ടങ്ങ് വന്നോളും. കണ്ടോ, മുട്ടയുടെ ഉണ്ണിയും വെള്ളയും കൂടി വേർതിരിക്കാനുള്ളൊരു സൂത്രമാണത്. മുട്ടയുടെ വെള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടായിട്ടുള്ള എണ്ണയിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി തീ കുറയ്ക്കുക, അതിലോട്ട് നമ്മുടെ ഉണ്ണി പതുക്കെ മിഡിലിൽ വരുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. അടച്ചു വെക്കാണ്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കാവും. പക്ഷേ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു വെള്ള സ്പോട്ട് പോലെ വരും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കേണ്ട. അപ്പോൾ നമുക്ക് ഈ മുട്ട തുറന്ന് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ രീതിയിലുള്ള മുട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ പാത്രം ഒരുപാട് വലിയ പാത്രം എടുക്കാതെ ചെറിയ വട്ടമുള്ള പാത്രം ഉപയോഗിക്കുക. അത് നമുക്ക് അങ്ങനെ ബുൾസായി റെഡി. അപ്പോൾ നമ്മുടെ ബുൾസായിയുടെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഒരു സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ 2 പീസ് ബ്രെഡ്, അതിൻ്റെ ഉള്ളിൽ മയോണൈസ് പരട്ടി, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇന്നലെ ഞാനിട്ട വീഡിയോയില്ലേ അതിലത്തെ ആ വെജിറ്റബിൾ ജാൽഫ്രൈസ് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ബുൾസായും കൂടെ വെച്ചു ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വായ. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ലുക്ക് എന്ന് പറയണതല്ലേ. ഇങ്ങനെ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് വെജിറ്റബിൾ ജാൽഫ്രൈസ് സാൻഡ്വിച്ചായി ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്.
ഇത് ഞാൻ ചെറി ടൊമാറ്റോയിൽ അല്പം ഒലിവ് ഓയിലും അതുപോലെ തന്നെ ഉപ്പും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു സാലഡ് പോലെ കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്